മോളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ശാരദാമ്മ പോയത് കൊണ്ടാണോ? ശാരദാമ്മയ്ക്ക് നടുവിന് സുഖമില്ലാത്തോണ്ടല്ലേ പോയത്? മോളാ എന്തിനാ വിഷമിക്കുന്നേ? മോക്കണ്ട അമ്മയുണ്ടല്ലോ ഇവിടെ. എനിക്കറിയാം നിങ്ങൾ ശാരദാമ്മനെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണ്. എന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കെല്ലാം അറിയാം. കണ്ടോ അമ്മ അവള് പറഞ്ഞിട്ട് പോയത്? കൊണ്ടുകയും ചെയ്ത് കേൾക്കുകയും ചെയ്തു. ഈശ്വര, അരവിന്ദൻ വന്നു കഴിഞ്ഞാൽ കേട്ടല്ലോ ഇവളെല്ലാം പറഞ്ഞു കൊടുക്കും. ആ അരവിന്ദനാണെങ്കിൽ ഇവള് പറയുന്നതാ വേദവാക്യം. ഇവക്ക് വേണ്ടിയിട്ടാ ഒരു കൊച്ചു പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്ന അയാള്. ആ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടാ ഈ രണ്ടാം കെട്ടാണെങ്കിലും ഇയാളെ കല്യാണം കഴിച്ചത്. ഈ പിശാശു പിടിച്ച കൊച്ചു കാരണം ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കിടന്ന് മോങ്ങാതടി. ഈ സ്വത്ത് കണ്ടോണ്ട് തന്നെ ഒരു രണ്ടാം കെട്ടുകാരൻ ഇവിടെ നിന്നെ കെട്ടിച്ചയച്ചത്. നിനക്ക് താഴെ രണ്ടെണ്ണോടെ നിൽക്കുന്നു. അതുങ്ങളെ എനിക്ക് കെട്ടിച്ചു വിടണം. ആദ്യം ഇതൊരു തടസ്സമാണെങ്കിൽ ഇതിനെ ഞാൻ കൊന്നിരിക്കും. അമ്മ എന്ത് മണ്ടത്തറ പറയുന്നേ? ഒരു കൊലപാതകമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാലത്ത് റിസ്ക് ആണ്. പോലീസ് പിടിച്ച് ജയിലിലിടും. അതിന് തെളിവില്ല എന്ന പോലെടി.